എന്നെ പലതും വിളിക്കുന്നവരുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ മൈരേന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ നാഗാസൈരന്ധ്രി ദേവി പറയുന്ന തെറികൾ മാത്രമേ സാമൂഹിക മാധ്യമങ്ങൾ കാണുന്നുള്ളൂ. ആ സാധു സ്ത്രീ, ഒറ്റയ്ക്ക് പോരാടുന്ന ആ സാധു സ്ത്രീ, ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന ആ സാധു സ്ത്രീ, ആ സ്ത്രീയെ അങ്ങട്ട് വിളിക്കുന്ന തെറികൾ എന്തേ കാണാൻ നിങ്ങൾക്ക് കാഴ്ചയില്ലാത്തത്? ഒരു കാര്യം ചോദിച്ചോട്ടെ? ഓ, അതായത് ഇപ്പൊ അവരുടെ ജീവിത സാഹചര്യം കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാര്യമാണ്. പക്ഷെ ഇത് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സമൂഹ മാധ്യമത്തിൽ ഇരുന്ന് അത്രത്തോളം തെറി വിളിക്കുമ്പോഴാണ് ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായി തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവിക പാത സ്വീകരിച്ച ഒരാൾ ഇതേപോലെ ഇരുന്ന് തെറി പറയുന്നു. സോ കോമൺ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അത് ഈ പറഞ്ഞ പോലെ ദൈവിക പാത സ്വീകരിച്ചിട്ടുള്ള ഒരാൾ ഇങ്ങനെ തെറി പറയുമ്പോഴാണ് ആളുകൾക്ക് അത് അംഗീകരിക്കാൻ പറ്റാതിരിക്കുന്നത്. ദൈവിക പാത സ്വീകരിച്ചു എന്ന് എപ്പോഴെങ്കിലും നാഗാസൈരന്ധ്രി ദേവി പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ വിളിക്കുമ്പോൾ പോലും ആള് പറയുന്നത് എന്നെ ചേച്ചിയൊന്നും വിളിക്കരുത്, ദേവി എന്ന് വിളിച്ചാൽ. അതെൻ്റെ പേരാണ് എന്നാണ് പറയുന്നത്. എൻ്റെ പേര് നാഗാസൈരന്ധ്രി ദേവി എന്നാണ്. അല്ലാതെ ഞാൻ ഭയങ്കര ശക്തിയുള്ളവളല്ല. ബഹുമാനത്തോട് കൂടിയാണല്ലോ ചേച്ചീനൊക്കെ വിളിക്കുന്നത്. കുറച്ച് പ്രായമുള്ള ആൾക്കാരെ നമ്മൾ ചേച്ചീന്ന് വിളിക്കുന്നത്. ഓരോരുത്തർക്കും അഭിസംബോധന ചെയ്യപ്പെടാൻ അവരവരുടെ ഇഷ്ടം ഉണ്ടാവില്ലേ? എന്നെ കണ്ണാന്ന് വിളിക്കുന്നവരുണ്ട്, ഷാൻ എന്ന് വിളിക്കുന്നവരുണ്ട്, എന്നെ സുഗ്രീവ എന്ന് വിളിക്കുന്നവരുണ്ട്, എന്നെ പലതും വിളിക്കുന്നവരുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ മൈരേന്ന് വിളിക്കുന്നുണ്ട്. അന്ന് വിചാരിച്ച് നിങ്ങൾ എന്നെ മൈരേന്ന് വിളിച്ചാൽ എനിക്ക് ഇഷ്ടാവോ? ഓരോരുത്തരും ഓരോന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരില്ലേ? അവർ ദേവീന്ന് വിളിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. അവരങ്ങനെ വിളിക്കൂ.